അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കൂട്ടുകാരെ, ഇന്ന് 3-ാം ക്ലാസ്സിൽ പരീക്ഷ നടന്ന തദ്രീബു തിലാവ, ഖുർആൻ ഹിഫ്ള്, ഈ 3 വിഷയത്തിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ നടത്താൻ പോകുന്നത്. ടോട്ടൽ 100 മാർക്കാണ്. 50 മാർക്ക് ഹിഫ്ളിനും 50 മാർക്ക് ഖുർആനിനും തദ്രീബു തിലാവക്കുമാണ്. അതിൽ തന്നെ തദ്രീബു തിലാവയുടെ ക്വസ്റ്റ്യന് 10 മാർക്കിനാണുള്ളത്. ബാക്കി 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഖുർആൻ ഓതി കൊടുക്കുന്നതിനാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യന് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തദ്രീബു തിലാവയുടെ ക്വസ്റ്റ്യൻ ആൻസറാണ്. തദ്രീബു തിലാവയിൽ 3 സെക്ഷൻ ആക്കിയിട്ടാണ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. ആദ്യം 5 മാർക്കിന് ശരിയായ ഓപ്ഷന് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം. ഒന്ന്, ഉദാഹരണങ്ങളിലെ ശരി അടയാളപ്പെടുത്താം. അപ്പോൾ ഒന്നാമത്തെ ഉദാഹരണം കലിമത്തുൻ സബഖത്ത്. ഇവിടെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ തെൻവീനിൻ്റെയും സാക്കിനായ നൂനിൻ്റെയും നിയമം ഏതാണെന്ന് ഇവിടെ ചോദിക്കണം. അപ്പോൾ ഇവിടെ തെൻവീനിന് ശേഷം സീന് വന്ന്, സീന് എന്നുള്ളത് ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇഖ്ഫ ആണ്. ഓക്കെ, ഇനി അടുത്തത് തവ്വാബു റഹീം. ഇവിടെയും നിയമം വന്നിട്ടുണ്ട്, തെൻവീനിന് ശേഷം റാ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഇദ്ഗാം ബിലാ ഗുന്നയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു നിയമങ്ങൾ. 3, അൻ യഅ്കുല. സാക്കിനായ നൂനിന് ശേഷം യാ വന്നു. ഉത്തരം ഇദ്ഗാം ബിഗുന്നയാണ്. ഓക്കെ. 4, വമിൻ ഖൽഫിഹി. സാക്കിനായ നൂനിന് ശേഷം ഖ ആണ്. ഖ വന്നാൽ ഇദ്ഹാർ ചെയ്യണം. 5, മിൻ ബഅദു. ഇവിടെ സാക്കിനായ നൂനിന് ശേഷം ബ ആണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇഖ്ലാബ് ചെയ്തിട്ട് ഓതേണ്ട സ്ഥലമാണ് മിംബ, അല്ലേ? അപ്പോൾ അത് ഇഖ്ലാബാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തതിൻ്റെ ഉത്തരം ഇഖ്ഫ ആണ്. രണ്ടാമത്തത് ഇദ്ഗാമു ബിലാ ഗുന്ന. മൂന്നാമത്തതിൻ്റെ ഇദ്ഗാമു ബിഗുന്ന. നാലാമത്തത് ഇൽഹാർ. അഞ്ചാമത്തത് ഇഖ്ലാബ്. ഓക്കെ, ഇതാണ് ആദ്യത്തെ 5 ക്വസ്റ്റ്യന്. അടുത്തത് വളരെ എളുപ്പത്തിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അടുത്തത് ഹറൂഫുൽ ജൗഫ് മദ്ദിയ. താഴെ ഉദാഹരണത്തിൽ നിന്നും എടുത്തെഴുതാം. ഹറൂഫുൽ ജൗഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വായുടെ ഉൾഭാഗത്തു നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ്. അത് മദ്ദിൻ്റെ അക്ഷരങ്ങളാണ്, നീട്ടുന്നത്. ആ, ഈ, ഓ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നീട്ടുന്ന അക്ഷരങ്ങൾ, ഒന്ന് അലിഫാണ്, ഒന്ന് വാവാണ്, ഒന്ന് യാ ആണ്. 3 അക്ഷരങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കൊടുത്ത വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യന് ഊഹിയ. ഊഹിയയിൽ മദ്ദിൻ്റെ അക്ഷരം, ജൗഫിൻ്റെ അക്ഷരം എന്ന് പറഞ്ഞാൽ വാവാണ്. ഊനെ നീട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച അക്ഷരം വാവ്. അപ്പോൾ ഇവിടെ നമ്മൾ വാവ് എഴുതി കൊടുക്കണം. 2, യഹ്ദി. ഇവിടെ ദീന്ന് നീട്ടാൻ വേണ്ടി യൂസ് ചെയ്തത് യാ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം യാ ആണ് എഴുതി കൊടുക്കേണ്ടത്. അടുത്തത് സെമിഅന. ഇവിടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത് അൽഫാണ്. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യുന്നതാണ്. ഇതിനൊക്കെ 1 മാർക്കാണ് ഇട്ടുള്ളത്. ഇനി അടുത്ത തദ്രീബു തിലാവയിലെ അവസാനത്തെ 2 ക്വസ്റ്റ്യനാണ്. എന്താണ് ക്വസ്റ്റ്യന്? താഴെ ഉദാഹരണങ്ങളിലെ ഹൽക്കിൻ്റെ അക്ഷരത്തിന് റൗണ്ട് ചെയ്യാം, സർക്കിൾ ചെയ്ത് കൊടുക്കാൻ. അവിടെ ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹംസ, ഹ, ഐന്, ഹ, ഐന്, ഹ. ഈ 6 അക്ഷരങ്ങളിൽ 2 അക്ഷരങ്ങൾ ഈ 2 വാക്കുകളിൽ വന്നിട്ടുണ്ട്. ഒന്നാമത്തേൽ വന്നിട്ടുള്ളത് ഹ ആണ്, സാഹിബുൻ. ഓക്കെ, രണ്ടാമത്തേൽ ഐനാണ്. അപ്പോൾ അതിന് നമ്മൾ എന്താക്കാം, റൗണ്ടോട്ട് എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഖുർആനിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് സൂറത്തുൽ അഹ്ഖാഫിൽ നിന്ന് 10-11 ആയത്തുകൾ, അതായത് ഖുൽ അറഅയ്തും മുതൽ ഹാദാ ഇഫ്കുൻ ഖദീം വരെ അടുത്തും വരെ നമ്മൾ എന്താക്കണം, ഓതണം. എന്നിട്ട് ഇവിടെ പറയുന്ന ഈ നിയമങ്ങൾ അവർ പാലിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മാർക്ക് ഇവിടെ ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഇതെന്താണ്, ജഡ്ജ്മെൻറ്റ് ചെയ്യാനുള്ള, മാർക്ക് ഇട്ട് കൊടുക്കാനുള്ള മാനദണ്ഡം. ഒന്നാമത്തത് അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത പാരായണം. 20 മാർക്കാണ് അതിന്. അക്ഷരശുദ്ധിയോട് കൂടിയിട്ട് തപ്പിപ്പോവാതെ, സ്റ്റെക്കാവാതെ വളരെ നല്ല രീതിയിൽ ഒതുക്കി കൊടുത്താൽ 20 മാർക്ക് കിട്ടുകൊടുക്കും. ഇനി അക്ഷരങ്ങൾ തെറ്റുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇടർച്ച വരുന്ന സമയത്ത്, തപ്പിപ്പോകുന്ന സമയത്ത്, സ്റ്റെക്ക് വരുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് ഓരോ മാർക്ക് എന്താവും, മൈനസൊക്കെ ആവും.
ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ ഈ സൂറത്തിൽ 10-ാമത്തെ ആയത്തിൽ ഇൻകാന എന്നുള്ളൊരു വാക്യമുണ്ട്. അവിടെ ഇഖ്ഫ ആണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ സാക്കിന നൂനിനെ ഇഖ്ഫ ചെയ്തിട്ട് ഓതണം. ഇൻകാന എന്ന് ഇങ്ങനെ ആക്കിയിട്ട് ആ പദം ശരിയായിട്ട് ഓതിയാൽ അതിന് 4 മാർക്ക് കിട്ടും. ഇനി അടുത്തത് മിൻ എന്തില്ല. ഇവിടെ സാക്കിന നൂനിന് ശേഷം ഐന് വന്നു ഇവിടെ ഇൽഹാർ ചെയ്തിട്ട് ഓതിയാൽ 4 മാർക്ക് കിട്ടും. ഇൽഹാർ ചെയ്തിട്ട് ഓതിയാൽ 4 മാർക്ക് കിട്ടും. മിൻ ഐൻ അല്ലേ, മിൻ ഐ അവിടെ ശ്രദ്ധിക്കുക. മറ്റുള്ളത് ശ്രദ്ധിക്കണം. ഇവിടെ മാനദണ്ഡം ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കിയെന്ന് മാത്രം. 4-ാമത്തത് അതേ ആയത്തിൽ മിൻ ബനി ഇവിടെ സാക്കിന നൂനിന് ശേഷം ബാ വന്നിട്ടുണ്ട്. ഇഖ്ലാബ് ചെയ്തിട്ട് ഓതണം. മിം ബനി ഇവിടെ നൂനിന് പകരം മീമാക്കി മാറ്റണം. നൂനിനെ മീമാക്കിയിട്ട് മണിച്ച് ഓതണം. മിം ബനി. ഓക്കെ, അത് കംപ്ലീറ്റ് ആക്കാം. ഇനി ഓതേണ്ടത് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ നൂനിനെ ഉന്നത്ത് ചെയ്തിട്ട്, ശബ്ദുള്ള നൂനാണ്, അപ്പോൾ ഉന്നത്ത് ചെയ്തിട്ട് ഓതണം. ഇന്നല്ലാഹ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള മാനദണ്ഡം മാത്രം ഓതിയാൽ പോരാ, കംപ്ലീറ്റ് ആയത്ത് എന്താക്കണം നമ്മൾ ഓതി കൊടുക്കണം. അടുത്തത് 6-ാമത്തത് 11-ാമത്തെ ആയത്തിലുള്ള ഒരു വാക്യമാണ് ഖൈറമ്മ. ഇവിടെ ഇദ്ഗാം ബിഗുന്നയുമാണ്, മീമിനെ മണിക്കുമാണ്. ഓക്കെ, അപ്പോൾ ഇദ്ഗാം ബിഗുന്ന എന്ന് പറഞ്ഞാൽ തന്നെ സാക്ക് തെൻവീനിനെ മീമിലേക്ക് ചേർത്ത് ലയിപ്പിച്ച് മണിച്ച് ഓതലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഓതിയാൽ നമുക്ക് എന്താക്കും, ഇവിടെ 20 പിന്നെ 20 + 20 40 മാർക്ക് ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ തഹ്ഫീദുൽ ഖുർആനാണ്, അതായത് ഹിഫ്ള് ഓതി കൊടുക്കുക. 50 മാർക്കിനാണുള്ളത്. 2 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. കുട്ടികൾ ഒന്നിച്ചിരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്ന മനപ്പാഠം ഓദിക്കാം. ഇപ്പോൾ സൂറത്തുൽ ഖദറാണ് ചോദ്യം. ഖുർആൻ ഈ ഭാഗത്ത് നിന്ന് ഹിഫ്ള് ചോദിക്കുന്നത് സൂറത്തുൽ ഖദർ പൂർണ്ണമായും ഓതി കൊടുക്കുക. പൂർണ്ണമായും ഓതി കൊടുത്താൽ 30 മാർക്കാണ്. അപ്പം അതിൽ എന്തെങ്കിലും അക്ഷര തെറ്റോ വലിയ തെറ്റുകളൊക്കെ ഉണ്ടാകുന്നതനുസരിച്ച് അത് മാർക്ക് കുറയും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ 2 എന്നാണ് ഇവിടെ വേണ്ടത്. 2-ാമത്തെ ക്വസ്റ്റ്യന് റബ്ബന അഫ്രിഗ് അലൈന എന്നുള്ളൊരു ദുആ ഉണ്ട്. നമ്മുടെ തദ്രീബ് തിലാവയിൽ അവസാനത്തെ ഭാഗത്ത് നമ്മൾ പഠിക്കുന്ന ഒരു ദുആ ആണ്. ആ ദുആ എന്താക്കാം, കാണാതെ നമ്മളെന്താക്കണം, ചൊല്ലിക്കൊടുക്കണം. പേജ് നമ്പർ 38-ലാണ് ആ ദുആ ഉള്ളത്. റബ്ബന അഫ്രിഗ് അലൈന സ്വബ്റൻ വസബ്ബിത് അഖ്ദാമന വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. ഓക്കെ, അപ്പോൾ ഹിഫ്ളിൻ്റെ 2 ക്വസ്റ്റ്യൻ ഇതൊക്കെയാണ്. അപ്പോൾ ഈ ദുആ ചെയ്താൽ 20 മാർക്കും, ഹിഫ്ള് ഖുർആൻ ഹിഫ്ള് കംപ്ലീറ്റ് ഓതി കൊടുത്താൽ 30 മാർക്കും, ടോട്ടൽ 50 മാർക്ക് നമുക്ക് ഹിഫ്ളിന് കിട്ടും. ഓക്കെ, ഇത്രയാണ് നമ്മളെ തദ്രീബ് തിലാവയിലുള്ള ക്വസ്റ്റ്യൻസുകൾ. വളരെ എളുപ്പത്തിൽ മാർക്ക് ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വിട്ടുപോയിട്ടുള്ളത് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, പരീക്ഷയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, സംശയങ്ങൾ ചോദിക്കുക. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത് തജ്വീദ് ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമല്ല, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം വേണ്ട കാര്യമാണ് ഖുർആൻ. അതുകൊണ്ട് തന്നെ അതേപോലെ തജ്വീദും അതിൻ്റെ തദ്രീബ് തിലാവയും ഒക്കെ നമുക്ക് ജീവിതത്തിൽ ഉടനീളം വേണ്ട കാര്യമാണ്. ഇൻഷാ അല്ലാഹു തആല നല്ല രീതിയിൽ പഠിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നല്ല രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യാനും അത് മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുന്ന ആളുകളിൽ ഉൾപ്പെടാനും അള്ളാഹു തആല നമുക്കെല്ലാവർക്കും, ഈ കേൾക്കുന്ന നിങ്ങൾക്കും നമുക്കും രക്ഷിതാക്കൾക്കും എല്ലാവർക്കും അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ഒക്കെ അഖില നിഖില മേഖലകളിലും അള്ളാഹു തആല ഖൈറും ബർക്കത്തും വിജയവും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പരീക്ഷകളിലൊക്കെ വിജയം പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, കമൻറ്റിലൂടെ എന്താ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് പറ്റുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ഓക്കെ, എന്നാൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.